കയറ്റി എന്നെയും എൻ്റെ കൊച്ചിനെയും കൊല്ലും. അതൊരു കുറ്റം ആണ് എന്നുള്ളൊരു ഒഫൻസ് ഇപ്പോഴും പോലീസുകാർ ഇട്ടിട്ടില്ല. എൻ്റെ ജീവന് ഭീഷണിയാണ്. ഞാൻ ആ ഡോക്ടറിന്റെ കൈയും കാലും പിടിച്ച് കരഞ്ഞത് കൊണ്ടാണ്. പൈസ ഉണ്ടെങ്കിൽ എന്തും ഈ കേരളത്തിൽ ചെയ്യാൻ പറ്റും. ഭീഷണിപ്പെടുത്തി എന്നെ അടിച്ചും കൊണ്ടുപോയിട്ടുണ്ട്. ദ ജേർണലിസ്റ്റിലേക്ക് ചെന്താമര എന്നു പേരുള്ളൊരു പിശാച് നെന്മാറയിൽ നടത്തിയ അതിനിഷ്ഠൂരമായ കൊലപാതകങ്ങൾ കണ്ട് കേരളം അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയിരുന്നു. അന്ന് നമ്മളെല്ലാവരും പറഞ്ഞു, പോലീസ് ഉദ്യോഗസ്ഥർ ശുഷ്കാന്തി കാണിച്ചിരുന്നുവെങ്കിൽ, കൃത്യവിലോപം നടത്താതിരുന്നുവെങ്കിൽ, ഒരു കൊടും ക്രിമിനലിനോട് സൗമ്യമായി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ആ കുടുംബം രക്ഷപ്പെട്ടേനെ. ആ കൊച്ചു പെൺകുട്ടികളുടെ കരച്ചിൽ നമ്മൾ കാണാതിരുന്നേനെ. ആ പെൺകുട്ടികൾ അനാഥരാകാതിരുന്നേനെ. നമ്മളെല്ലാവരും ചിന്തിച്ച കാര്യമാണ്. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച ആ വിഷയത്തിൽ ഉണ്ടായി എന്ന് ആഭ്യന്തര വകുപ്പ് പോലും സമ്മതിച്ചു. അതിൻ്റെ ഭാഗമായി ആ SHOയെ സസ്പെൻഡ് ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ അത്തരം സംഭവങ്ങൾ വീണ്ടും നമുക്കിടയിൽ ഉണ്ടാവുകയാണ്. ഞാനിന്ന് പ്രേക്ഷകരെ കാണിക്കാൻ പോകുന്ന ഒരു വീഡിയോ, പറയാൻ പോകുന്ന സംഭവം, അത് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം, എത്തിക്കാൻ പറ്റുന്നിടങ്ങളിലൊക്കെ എത്തിക്കണം. കാരണം ഒരു യുവതി 1 വയസ്സു മാത്രം പ്രായമുള്ള തൻ്റെ കുഞ്ഞിനെയും മാറോടടക്കി പിടിച്ച് പ്രാണരക്ഷാർത്ഥം നെട്ടോട്ടമോടുകയാണ് കൊച്ചിയിൽ. തൻ്റെ ജീവൻ രക്ഷിക്കണേ, ഗുണ്ടകളും ക്രിമിനലുകളും തന്നെയും കുഞ്ഞിനെയും കൊല്ലാൻ നിരന്തരമായി ശ്രമിക്കുകയാണേ എന്ന് പറഞ്ഞ് ആ അമ്മ ഒരു SHOയുടെ കാലിൽ വീണ് നിലവിളിക്കുകയാണ്. ഇൻഫോ പാർക്ക് SHOയുടെ കാലിൽ വീണ് നിരന്തരമായി ഈ യുവതി പറഞ്ഞിട്ടും, അത്രയും താണ് വീണ് കേണു പറഞ്ഞിട്ടും പ്രതികളെ സംരക്ഷിക്കുന്ന നടപടിയാണ്, അല്ലെങ്കിൽ ഈ യുവതി കൊടുത്ത പരാതിയിൽ കൃത്യമായി വകുപ്പുകളിട്ട് FIR ഇടാതെ പ്രതികളെ രക്ഷിക്കുന്ന നടപടിയാണ് ഈ SHO ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ സ്ത്രീ നമ്മോട് വെളിപ്പെടുത്തുന്നത്. ഈ പ്രതികളായിട്ടുള്ളവർ ചില്ലറക്കാരല്ല. തൃക്കാക്കരയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് അലി ഷാന, അതുപോലെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള തൃക്കാക്കര നഗരസഭ വൈസ് ചെയർമാൻ അബ്ദുഷാന, അലിയുടെ ഭാര്യ നസ്ല, സഹോദരൻ അൻസാരി, ഖാദർ, ഇത്രയും പേരാണ് ഈ കേസിലെ പ്രതികൾ. ഈ കേസ് ഒരു പീഡന കേസാണ് എങ്കിലും ഈ സ്ത്രീ നൽകിയ പരാതി വായിച്ചു നോക്കിയാൽ ഇത് വെറും ഒരു പീഡന കേസല്ല. ഈ സ്ത്രീയും പറയുന്നത്, ഈ പരാതിക്കാരിയും പറയുന്നത്, താൻ കൊടുത്ത പരാതിയിൽ പ്രോപ്പറായ FIR ഇട്ടിട്ടില്ല എന്നുള്ളതാണ്. ഒരു കുടുംബം ഒന്നടങ്കം ഒരു യുവതിയെ, ആ യുവതിയുടെ കൊച്ചിനെ ഇല്ലാതാക്കാൻ ഓടി നടക്കുകയാണ്. അതിൽ ഈ അലീഷാന എന്ന് പറയുന്നവൻ ഈ യുവതിയുമായി അടുപ്പത്തിലായിരുന്നു. അത് പീഡനം നടത്തി. അതിനിടയിൽ ഈ യുവതി ഗർഭിണിയായി. ഈ യുവതി ഗർഭിണിയായപ്പോൾ മുതൽ ഈ കുടുംബം ഒന്നടങ്കം അത്ര നെറികെട്ട നിഷ്ഠൂരമായ നികൃഷ്ടമായ കുടുംബമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ അലി എന്ന് പറഞ്ഞ് ഈ കൊച്ചിൻ്റെ അച്ഛൻ എന്ന് യുവതി പറയുന്ന, അതായത് ഈ പെൺകുട്ടിയെ ഗർഭിണിയാക്കി, യുവതിയെ ഗർഭിണിയാക്കിയവൻ അവൻ്റെ ഭാര്യയെയും അളിയനെയും ഒക്കെ ചേർന്ന് ഇവർ ഗൂഢാലോചന നടത്തിയിട്ട് ഈ പെൺകുട്ടിയെ കൊല്ലാൻ നോക്കുകയാണ്. ഇവരുടെ വീട്ടിൽ പോയി ഭീഷണിപ്പെടുത്തുകയാണ്. 5 മാസം പ്രായമുള്ള പരാതിക്കാരി അവരെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി നിർബന്ധമായി ആശുപത്രിയിൽ കൊണ്ടുപോയി ഗർഭചിത്രം നടത്താൻ വയറ് കീറിക്കുകയാണ്. എന്നിട്ട് വയറ്റിൽ നിന്ന് കൊച്ചിനെ, നമ്മൾ ഈ മാർക്കോ സിനിമയിലൊക്കെ കാണുന്ന പോലെ കൊച്ചിനെ ഇങ്ങനെ പിടിച്ചിട്ടങ്ങ് കൊല്ലാൻ നോക്കുകയാണെന്ന്. അതിനു മുമ്പ് ഈ പരാതിക്കാരിയായ പെൺകുട്ടി ഡോക്ടറെ കാലിൽ പിടിച്ച് കരഞ്ഞു, ഈ കൊച്ചിനെ എനിക്ക് വളർത്തണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഈ ഡോക്ടർ എന്തോ ഒരു ബുദ്ധി തോന്നിയിട്ട് അപ്പുറത്ത് അബോർഷൻ ചെയ്ത അവസ്ഥയിൽ കിടന്ന 5 മാസം പ്രായമുള്ള ഒരു കൊച്ചിനെ എടുത്ത് ഈ പൊട്ടന്മാർക്ക് കൊടുത്തു. ഞാൻ അങ്ങനെ പറയും, ഈ ഇവർക്ക് കൊടുത്തു. അവർക്ക് കൊടുത്തു പറഞ്ഞു, അലിയോട് പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്ന പെണ്ണിൻ്റെ വയറ് കീറി പുറത്തെടുത്ത കുട്ടിയാണിതെന്ന് പറഞ്ഞു. അവരപ്പം തന്നെ ഇതിൽ തൂക്കമൊക്കെ നോക്കി 5 മാസം പ്രായമുള്ള കുട്ടിയുടെ തൂക്കമാണെന്ന് ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയെന്നാണ് പറയുന്നത്. ഈ ഡോക്ടർ പറഞ്ഞതാണ്. എന്നിട്ട് ഡോക്ടറും ഈ പരാതിയിലും പറയുന്നുണ്ട്. എന്നിട്ട് ഈ കൊച്ചു കുഞ്ഞ് മരിച്ചു എന്ന് സ്ഥിരീകരിച്ചിട്ട് ഇവർ ഇറങ്ങിപ്പോവാണ്. എന്തൊരു നിഷ്ഠൂരമായ കുറ്റകൃത്യമാണ്, എന്തൊരു നികൃഷ്ടമായ നടപടിയാണ്. ഈ യുവതി പരാതിയിൽ പറഞ്ഞിട്ടും FIR ഇട്ടിട്ടില്ല. അതുപോലെ അതിനുശേഷവും അതിനു മുമ്പും ഈ യുവതിയുടെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നാട്ടിൽ കൊച്ചിയിലേക്ക് ഈ യുവതി വന്നതിന് ശേഷം ഈ കൊച്ചുമായി ജീവിക്കുന്നതിനിടയിൽ പലതരത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. വണ്ടി കയറ്റി കൊല്ലുന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഈ പരാതിയിൽ പറഞ്ഞിട്ട് FIR ഇട്ടിട്ടില്ല. FIR ഇട്ടിട്ടില്ല എന്നല്ല, അതിന് പാകമായ വകുപ്പുകൾ ഇട്ടിട്ടില്ല. അതുപോലെ ഈ കഴിഞ്ഞ ദിവസം മട്ടാഞ്ചേരിയിൽ വെച്ച് ഈ പെൺകുട്ടിയെ, പരാതിക്കാരിയായ പെൺകുട്ടിയെ ഈ പ്രതിയായ അലി വാഹനം ഒപ്പം കൊണ്ടുവന്നിട്ട് കൊല്ലും എന്ന് ആംഗ്യഭാഷയിൽ കാണിച്ചതുമായി ബന്ധപ്പെട്ട് യുവതി ഒരു പരാതി കൊടുത്തു. അത് മട്ടാഞ്ചേരി സ്റ്റേഷനിലാണ്. മട്ടാഞ്ചേരി പോലീസ് മിടുക്കന്മാരാണ്. അവർ പെട്ടെന്ന് തന്നെ FIR ഇട്ട് നടപടികൾ, അന്വേഷണമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ FIR വീഴുമ്പോൾ തന്നെ അത് ഇൻഫോ പാർക്ക് SHOയെ ഈ പെൺകുട്ടി വിളിച്ച് പറഞ്ഞു, സാറേ എന്നെ പിന്നെയും കൊല്ലാൻ ശ്രമിക്കുകയാണ് ഇവർ,
ഇവരെൻ്റെ പിന്നാലെ നടന്ന് കൊല്ലുമെന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും. എനിക്ക് നല്ല ത്രെട്ടുണ്ട്, എന്നെ രക്ഷിക്കണം. ഇവർ ഇപ്പോൾ ജാമ്യത്തിലാണല്ലോ. അതായത് ഈ പീഡനം എന്നൊരു ചെറിയ വകുപ്പിലാണ് ഇട്ടിരിക്കുന്നത്. പീഡനം ചെറിയ കാര്യമല്ല, പക്ഷേ ഇവന്മാർ ചെയ്ത കുറ്റകൃത്യം വെച്ച് നോക്കുമ്പോൾ ഈ പീഡനം എന്നത് താരതമ്യേന ചെറിയൊരു വകുപ്പാണ്. അതല്ല ഇടേണ്ടത്, ഇഷ്ടംപോലെ വകുപ്പുകളുണ്ട് എന്നാണ് ഈ സ്ത്രീ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ജാമ്യം കൊടുത്ത സമയത്ത് കോടതി പറഞ്ഞിരുന്നു, ജാമ്യ വ്യവസ്ഥകൾ നൽകിയിരുന്നു. ആ ജാമ്യ വ്യവസ്ഥയിൽ ഈ പരാതിക്കാരിയെ ഉപദ്രവിക്കരുത്, ഭീഷണിപ്പെടുത്തരുത്, അതുപോലെ സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഇടപെടരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലംഘനമാണ് മട്ടാഞ്ചേരിയിൽ അവർ കാണിച്ചത്. മട്ടാഞ്ചേരി പോലീസ് അതിൽ FIR ഇട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പോലീസ് ഇൻഫോ പാർക്ക് SHO ഇവരുടെ ജാമ്യം റദ്ദാക്കാൻ കോടതിയെ സമീപിക്കേണ്ടതാണ്. ചെന്താമര കേസിൽ സംഭവിച്ച അതേ കാര്യമാണ്. ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ട് പ്രതികൾ ഇങ്ങനെ നടക്കുക ഭീഷണിയുമായിട്ട്, അതേപോലെ സെയിം. പക്ഷേ ഇവിടെ SHO അത് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് യുവതിയുടെ ചോദ്യം. അങ്ങനെ ചില ആളുകളൊക്കെ ഈ SHOനെ വിളിക്കുമ്പോൾ SHO ഈ യുവതി എന്തോ ഫ്രോഡാണെന്ന മട്ടിലൊക്കെ സംസാരിച്ചു എന്നും വാർത്തകൾ കേൾക്കുന്നുണ്ട്. അതെന്തോ ആയിക്കൊള്ളട്ടെ, ഇവർ പറയുന്നത് ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കൾ പുണ്യവാളന്മാരാണ്, അവരുടെ കുടുംബമൊക്കെ കറകളഞ്ഞ റെപ്യൂട്ടഡ് ഫാമിലി ആണെങ്കിൽ ഈ അലീഷാന എന്ന് പറയുന്നവൻ നേരെ കോടതിയിൽ ഒരു അപേക്ഷ കൊടുക്കുക, ഞാൻ DNA ടെസ്റ്റിന് തയ്യാറാണ്, ഇതെൻ്റെ കുഞ്ഞല്ല, ഈ പെൺകുട്ടി പരാതിക്കാരിയായ പെൺകുട്ടിയുടെ കയ്യിലുള്ള കൊച്ച് എൻ്റെ അല്ല എങ്കിൽ അലീഷാനെ തെളിയിക്കട്ടെ. ഈ പരാതിക്കാരിയായ യുവതി പറയുന്നത് DNA ടെസ്റ്റിന് വേണ്ടി പോലീസ് ഈ അലീഷാനയെ സമീപിച്ചപ്പോൾ അയാൾക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ അയാൾ ഒഴിഞ്ഞു മാറുകയാണെന്നാണ്. അതായത് കൊച്ചു തൻ്റെ ആണെന്നുള്ള ബോധ്യം അവനുണ്ട്, പക്ഷേ അത് പിടിക്കപ്പെടുമോ, അതൊരു രേഖയായി വരുമോ എന്നുള്ള ഭയം കൊണ്ട് ഒളിച്ചൊളിച്ചു പോവുകയാണെന്നാണ് പറയുന്നത്. എന്തായാലും താൻ അപായപ്പെട്ടാലേ, താൻ മരിച്ചു വീണാലേ, അല്ലെങ്കിൽ താനും തൻ്റെ കൊച്ചും ഇല്ലാതായാലേ ഇനി പോലീസിന് ശുഷ്കാന്തി ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഈ സ്ത്രീ ചോദിക്കുന്നത്. അവരുടെ ഒരു അഭിമുഖം ഞാൻ എടുത്തിട്ടുണ്ട്, അതൊന്ന് പ്രേക്ഷകർ കാണുക. കേട്ടിട്ട് തല കറങ്ങി പോകുന്ന അവസ്ഥയാണ്. കാരണം ക്രിമിനലുകൾക്ക് ഇപ്പോൾ എന്തും ചെയ്യാം, അല്ലെങ്കിൽ വധഭീഷണിയൊക്കെ ആയിട്ട് ഒരു പെണ്ണിനെയും കൊച്ചിനെയും നിരന്തരമായി ഭീഷണിപ്പെടുത്തി എന്തും ചെയ്യാമെന്ന അവസ്ഥ കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇവർ കൊടുത്ത നിരന്തരമായ പരാതികൾ പോലീസ് അവഗണിക്കുന്നു, തെളിവുകൾ പോലും വാങ്ങാൻ തയ്യാറാകുന്നില്ല. എന്തൊരവസ്ഥയാണ്! അടിയന്തരമായി ഉന്നത ഇടപെടൽ വേണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും പ്രേക്ഷകരെ ഇന്റർവ്യൂ ഒന്ന് കേൾക്കുക, വിലയിരുത്തുക. എനിക്കിപ്പോൾ നല്ല പേടിയുണ്ട്. കാരണം എൻ്റെ നാട് നെന്മാറയിലാണ്. ആ നാട്ടിൽ തന്നെയാണ് ഇതുപോലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായത്. 15-ാം തീയതി ഇവർക്കിപ്പോൾ ബെയിൽ കിട്ടിയിട്ടിപ്പോൾ കുറച്ച് ദിവസങ്ങൾ തന്നെ ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കിപ്പോൾ ഒരു 15-ാം തീയതി വീണ്ടും ഒരു ഇൻസിഡൻറ്റ് കൂടെ ഉണ്ടാവുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ ഈ പീഡന പരാതി എന്നതിലുപരി, പീഡന പരാതി മാത്രമല്ല, എൻ്റെ കൊച്ചിൻ്റെ കാര്യമായിക്കോട്ടെ, എൻ്റെ കൊച്ചിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത്, എൻ്റെ കൊച്ച് ഗർഭത്തിലിരിക്കുമ്പോൾ ഇവർ കാണിച്ചിട്ടുള്ള ക്രൂരകൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഞാൻ അണബൈ തെറ്റാതെ പോലീസ് സ്റ്റേഷനിലായിക്കോട്ടെ എല്ലാവിടെയും പറഞ്ഞിട്ട് പോലും അവർ പീഡനം മാത്രമാണ് ഇതിലവർ ഇത് ചെയ്യുന്നത്. അത് പീഡന പരാതി എന്നുള്ള ഒരു ചെറിയതിൽ ചുരുക്കിയിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്. പക്ഷെ ഇതിൽ പീഡന പരാതി അല്ല എന്നാണ് ഞാനിപ്പോൾ അവരോടും എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത്. അതിനോടൊപ്പം തന്നെ ആ സമയത്താണ് ഇവരെന്നെ വണ്ടി കയറ്റി കൊല്ലുന്നും പല തവണ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഈ ആദ്യത്തെ പരാതിയിൽ ഞാൻ കൊടുത്തിട്ടുമുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ഇവർക്ക് ബെയിൽ കിട്ടി ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ഇൻസിഡൻറ്റ് വീണ്ടും ഉണ്ടാവുന്നത്. മട്ടാഞ്ചേരീൻ്റെ അടുത്ത് ഇവരെന്നെ ഭീഷണിപ്പെടുത്തി പല ആൾക്കാരുടെ അടുത്തും സംസാരിക്കുന്നുണ്ടെങ്കിലും എൻ്റേതായിട്ടുള്ള ബന്ധുക്കാരായിക്കോട്ടെ, എൻ്റേതായിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തായിക്കോട്ടെ, ഇനി ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഈ ഞാൻ ഫസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഈ ഒരു പരാതി കൊണ്ടുപോയത് പോലീസ് സ്റ്റേഷനിലാണ്. പോലീസുകാർ എൻ്റെ കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കി എൻ്റെ കൂടെ സത്യസന്ധമായിട്ട്, കാരണം ഞാൻ പറയുന്നത് കള്ളല്ല, ഞാൻ ഇപ്പോഴും എവിടെയും ഞാൻ പറയുന്നത് എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്. അത് ചോദിക്കാനോ എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനോ എൻ്റെ കൂടെ ഒരാൾ നിന്നിട്ടില്ല. നിങ്ങൾ തെളിവ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് തെളിവ് പോലീസിന് വേണ്ട, അവർ അന്വേഷിക്കാന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് ഈ ഡോക്ടറിൻ്റെ കേസ്, ഞാൻ കൂടുതലും ആ പരാതിയിൽ പറഞ്ഞതുള്ളത് എൻ്റെ പീഡനം, എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ നഗ്ന ഫോട്ടോസും കാര്യങ്ങളും പുള്ളി ഫോണിൽ പകർത്തി എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതിനുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ രണ്ടാമത്തെ പീഡനം എന്ന് പറയുമ്പോൾ എന്നെ ബലമായി 2 ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഈ അബോർഷൻ, അതായത് ഈ 5-6 മാസമായിട്ട് എന്നെ അബോർഷൻ കളയണം എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ കേൾക്കണവർ ചോദിക്കും എന്തിനാണ് ഞാൻ പോയതെന്ന്. ഞാൻ പോയില്ല എങ്കിൽ ഇവർക്ക് എൻ്റെ ഫ്ലാറ്റിലോട്ട് വരാം, എന്നെ നാണം കെടുത്താം, എന്നെ മെല്ലമായി കൊണ്ടുപോകാം. ഇവിടെ ഈ ഫ്ലാറ്റിൽ അന്വേഷിച്ചാൽ മതി. ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് 3 മാസം മുതൽ 6, 7, 8 മാസം വരെയും ഈ പ്രതികൾ എൻ്റെ ഫ്ലാറ്റിലോട്ട് കയറി ഇറങ്ങുക ചെയ്യണം. ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. എനിക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്ക് ഇവിടെ സുരക്ഷിത, ഈ കേരളത്തിലുള്ള സുരക്ഷിതത എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി വരികയാണ്. അപ്പം ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞു, അവരെനിക്കതിനുള്ള നീതി തന്നിട്ടില്ല. ആ നീതി തരാത്തത് കൊണ്ടാണ് ഇപ്പം നല്ല രീതിയിൽ എനിക്കൊരു നീതി തന്നിട്ടുണ്ട്. നല്ല രീതിയിൽ പോലീസ് ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഈ അന്വേഷിക്കുന്ന ഈ മേളിലുള്ള ആൾക്കാർ ഈ CSRനെ വിളിച്ച് ചോദിക്കുമ്പം ആൾ പറയുന്നത് ഞാൻ ഫ്രോഡാണ്, ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് അവർക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻ. അപ്പം ഞാൻ ചോദിക്കട്ടെ, എല്ലാത്തിനും ഇപ്പോൾ നമുക്ക് തെളിവും കാര്യങ്ങളാണ് എല്ലാത്തിനുള്ളത്. ഞാൻ ഇവരെ ചീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതുള്ള തെളിവ് കൊടുക്കാമല്ലോ.
പിന്നെ ഒരു FIR ഇട്ടു എന്ന് പറയുമ്പോൾ എനിക്ക് ആരോട് വേണമെങ്കിലും ഒരാൾ വിളിച്ച് സംസാരിച്ചപ്പോൾ നമ്മൾ തമ്മിൽ അക്കൗണ്ടിലൊരു പൈസ വന്നു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അത് FIR ഇട്ടൊരു തെളിവല്ല. അത് അന്വേഷിച്ച് അത് എന്താണെന്ന് അറിഞ്ഞിട്ടായിരിക്കണം നമ്മളെ ക്രൂശിക്കേണ്ടത്. ഇവരത് പറയുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഞാൻ മേളിലുള്ള ആൾക്കാരെ കുറ്റം പറയുന്നില്ല, കാരണം ഞാൻ കൊടുത്തിട്ടുള്ള സ്റ്റേഷനിൽ നിന്നുള്ള അറിവാണ് മേളിലുള്ള ആൾക്കാർക്ക് അറിയുള്ളൂ. ആദ്യം ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഒരു 5 മാസം മുതലാണ് ഇവരുടെ ഭീഷണി എനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി ബലമായി കൊണ്ടുപോയി. ഞാൻ അവിടെ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, കാല് പിടിച്ച് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഫ്ലാറ്റിലോട്ട് പുള്ളി വന്നു. പുള്ളി വന്നിട്ട് എൻ്റെ ഫോണും ഞാൻ ഉപയോഗിച്ചിരുന്ന സിമ്മും എൻ്റെ കയ്യിലിരിക്കുന്ന സാംസങ്ങിൻ്റെ ഫോണും ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചു കൊണ്ടിരുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും അന്നാ ദിവസം ജൂൺ മാസത്ത് എന്നെ ലേക്ഷർ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയ പിറ്റേ ദിവസം അലിയും അലിൻ്റെ അളിയൻ അൻസാരിയും വന്ന് കളക്ട് ചെയ്ത് എന്നെ ഭീഷണിപ്പെടുത്തി എന്നെ അടിച്ചും കൊണ്ടുപോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ 6-ാം മാസത്ത് ഇവരുടെ ഭീഷണിക്ക് പേടിച്ച് ഞാൻ എൻ്റെ അമ്മൻ്റെ അനിയത്തിൻ്റെ വീടായ നെന്മാറയിലോട്ടാണ് ഞാൻ വീണ്ടും പോകുന്നത്. വീണ്ടും പോയി അപ്പം ഞാൻ ജൂലൈ മാസത്താണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ജൂലൈ മാസത്ത് ഈ പറയണ അലിൻ്റെ ചേട്ടൻ, ഇവിടുത്തെ തൃക്കാക്കരയിലെ വൈസ് ചെയർമാനാണ്, അബ്ദുഷാന എന്നാണ് പുള്ളിൻ്റെ പേര്. ആ പുള്ളിക്കാരനും അവരുടെ കൂടെ ഈ അൻസാരി എന്ന് പറയുന്നത് അലിൻ്റെ അളിയനാണ്. അൻസാരി, അബ്ദുഷാന, ഒരു സുഭാഷ് ചൊവ്വര എന്ന് പറഞ്ഞിട്ട് അയാൾ ഇച്ചിരി അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണ്. ആ പുള്ളിക്കാരൻ വേറെ ഇയാളുടെ ഒരു ഫ്രണ്ട് നിഷാദ് എന്നും പറഞ്ഞിട്ട് അവർ 4 പേരും കൂടെ 4 തവണകളായിട്ടാണ് എൻ്റെ വീട്ടിലോട്ട് വന്നത്. എൻ്റെ അമ്മൻ്റെ അനിയത്തിൻ്റെ ഫോണിൽ ഇവർ നമ്പർ കളക്ട് ചെയ്തിട്ട്, എങ്ങനെ നമ്പർ കിട്ടിയെന്ന് എനിക്കറിയില്ല, നമ്പർ കളക്ട് ചെയ്ത് എൻ്റെ അമ്മൻ്റെ അനിയത്തിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. കാരണം എന്നെ അവിടെ നിർത്തരുത്, എന്നെ അവിടെ നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അമ്മൻ്റെ അനിയത്തിൻ്റെ മോനെയും ഭീഷണിപ്പെടുത്തി പ്രതികളാക്കും. അതിൽ ഓരോരോ കൊണ്ടുപോകും, ഗുണ്ടകളുണ്ട് കൊണ്ടുപോകും. എൻ്റെ അനിയനെ വിളിച്ചിട്ടുണ്ട്, എൻ്റെ അനിയനെ ഒത്തിരി തവണ വിളിച്ചിട്ടുണ്ട്. എൻ്റെ അനിയനെ വിളിച്ചിട്ട് എൻ്റെ അനിയൻ അന്ന് കോയമ്പത്തൂരായിരുന്നു ജോലി ചെയ്യുന്നത്. അവനെ കൊണ്ടുപോകും. എന്നിട്ട് ഞാൻ അല്ലല്ല ഏറ്റി കൊണ്ടുപോകും. അത് എൻ്റെ അനിയനെ എടുത്തു കൊണ്ടുപോകും. എന്നിട്ട് എൻ്റെ ഗർഭം ഇവർ പറയുന്ന ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ അബോർഷൻ ചെയ്തതിന് ശേഷം മാത്രമാണ് എൻ്റെ അനിയനെ പുറത്ത് വിടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ കൊല്ലംകോടിൽ ഒരു അത്തിമണി എന്ന് പറഞ്ഞിട്ടൊരു അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണെന്ന് പറഞ്ഞാൽ അവരുടെ ഫോട്ടോസും ഈ അലീൻ്റെ കൂടെ അവരവിടെ ചെന്നു എന്ന് എന്നെ അറിയിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫോണിലോട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ആ ഫോട്ടോസ് എനിക്ക് ഇട്ടുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ പേടിച്ചിട്ടാണ് ഇവരുടെ കൂടെ ഞാൻ വീണ്ടും 6-ാം മാസമായപ്പോഴേക്കും എനിക്ക് അബോർഷന് തയ്യാറായില്ലെങ്കിൽ ഇതൊക്കെ കുടുംബത്തോട് അതാണ് പറയുന്നത്. 6 മാസം ഈ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുൻപാണ് ഈ അബ്ദുഷാന, ഈ അൻസാരി, ഈ പറഞ്ഞ സുഭാഷുകാർ, അലി എല്ലാവരും എൻ്റെ 4 തവണകളായിട്ട് വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അമ്മൻ്റെ അനിയത്തിനെയൊക്കെ ഞങ്ങളൊരു നാട്ടും പുറത്തുള്ള നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ ഞങ്ങളെല്ലാവരും 3 പെൺകുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരുടെ ഭീഷണിക്ക് പേടിച്ചിട്ടാണ് വീണ്ടും ഞങ്ങൾ ഈ 6-ാം മാസത്ത് ഹോസ്പിറ്റലിലോട്ട് ചെന്ന് ഡോക്ടറെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ ഇത്രയും സ്വാധീനമുള്ള ആൾക്കാരാണ്, പൈസയുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞ് ഡോക്ടർക്ക് 5 ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞ ശേഷമാണ് ഇവരെന്നെ കുട്ടിനെ കളയാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: നേരത്തെ ഒരു ഹോസ്പിറ്റലിൽ ഇവിടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അവൾ അവിടെ നിന്ന് ചാടിപ്പോകുന്നതാണ്, ഇനിയും നിങ്ങളുടെ കൈയും കാലും പിടിക്കാം, അതിലൊന്നും നിങ്ങൾ വീഴരുത്, വീട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ആൾക്കാർ പുറത്തുണ്ട് എന്നാണ് ഈ ഡോക്ടറെ അടുത്ത് പറയുന്നത്. ആ ഡോക്ടറിൻ്റെ വ്യക്തമായിട്ടുള്ള വോയിസ് റെക്കോർഡും കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. അതും കഴിഞ്ഞിട്ടാണ് ഇവരെന്നെ അനസ്തേഷ്യ തന്നു, ഒരു കുട്ടിനെ കാണിച്ചു കൊടുത്തു ഇവർക്ക് ബോധിപ്പിക്കാൻ. ഡോക്ടർ എന്നെ പറഞ്ഞു പറ്റില്ല, കൊച്ചിനെ കളയണം തന്നെ എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ അവരുടെ കാലും കൈയും പിടിച്ച് ഞാൻ അവരുടെ പറഞ്ഞു, ഇങ്ങനെ ഞാനൊരു അമ്മയാണ്, എനിക്ക് കൊച്ചിനെ കളയരുത് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ ശരിയെന്ന് പറഞ്ഞു. അവിടെ ഇരിക്കുന്ന ഏതോ ഒരു കുട്ടി എൻ്റെ സെയിം മാസത്തെ പ്രായമുള്ളൊരു 5-ാം മാസത്തുള്ളൊരു കുട്ടീനെ കാണിച്ചു കൊടുത്തു എന്നാണ്. മരിച്ചുപോയ കുട്ടീനെ കാണിച്ചു കൊടുത്തു. അവരത് കാണിച്ചിട്ട് അവരത് കണ്ടിട്ട് പോയിട്ടില്ല. ആ കൊച്ചിനെ, കാരണം എൻ്റെ വയറ്റിലിരിക്കുന്ന കൊച്ചിൻ്റെ വെയിറ്റ് തന്നെയാണോ ആ കുട്ടി എന്നടക്കം ആ നേഴ്സാണ് ആ കുട്ടീനെ കയ്യിൽ കൊടുക്കുന്നത്. അൻസാരിയാണ് ഏറ്റു വന്നത്. അൻസാരിയാണ് അതിൽ കാണണമെന്ന് നിർബന്ധിച്ച് പറഞ്ഞത്. അങ്ങനെ ആ കുട്ടിൻ്റെ വെയിറ്റ് അടക്കം നോക്കിയിട്ടാണ് അവർ പോയത്. വെയിറ്റ് നോക്കിയതിന് ശേഷം അവർ പറഞ്ഞു എന്നെ കാണണമെന്ന് പറഞ്ഞു. അപ്പം എന്നെ ശരിക്കും ഡോക്ടർ വയറ് കീറി 2 സ്റ്റിച്ചോളം വയറ് കീറി സ്റ്റിച്ച് ചെയ്തിട്ടാണ് അവരെന്നെ അത് കണ്ടുബോധിച്ചിട്ടാണ് പോയത്. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഈ കൊച്ചിനെയും കൊണ്ട് ഞാൻ എറണാകുളത്ത് വന്നു. ഞാൻ താമസിക്കുന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് വന്നതിന് ശേഷവും ഈ കുട്ടി ഇവരുടെയാണെന്ന് അറിഞ്ഞപ്പം ഇവരെന്നെ ബലമായി ഇവരെന്നോട് ചോദിച്ചു ഇതാരുടെ കുട്ടിയെന്ന്. കുറേ പ്രാവശ്യം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അപ്പോഴൊന്നും പറഞ്ഞില്ല. എനിക്ക് ഇവരെ ഭയന്നിട്ടാണ് ഞാൻ പറയാതിരുന്നത്. പിന്നെ ഞാൻ ഇവരുടെ സത്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെ കുട്ടിയാണ്. അപ്പോൾ അവർക്ക് ആ കുട്ടീനെ നേരത്തെ ഒരു കൊച്ചിനെ കണ്ടല്ലോ,
അത് കാരണം ഇവർക്ക് DNA എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ DNA എടുക്കാമെന്ന് പറഞ്ഞു. ഇവർ ഈ അലിയും അലിൻ്റെ അഡ്വക്കേറ്റും കൂടെ 2 ആൾക്കാരും കൂടെ എൻ്റെ ഫ്ലാറ്റിലോട്ട് വന്നിട്ടാണ്. അല്ലാതെ ഇവരെവിടെയാണ് DNA ചെയ്യുന്നത്, എന്താ DNA ചെയ്യുന്നത് ഒന്നും എനിക്ക് കാണിച്ചു തന്നിട്ടില്ല. ഇവരെ വിളിച്ചു, ഇന്ന താഴെ ഉണ്ട് ചെയ്തോളണം എന്ന് പറഞ്ഞത്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ വീണ്ടും എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. അവർക്ക് ഇവരുടെ ചേട്ടൻ വൈസ് ചെയർമാനാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള ആൾക്കാരുണ്ട്, അങ്ങനെയെല്ലാം പറഞ്ഞിട്ടാണ്. ഇപ്പോൾ അലി ആയാലും കോൺഗ്രസ്സിലെ ഒരു ബ്ലോക്ക് നേതാവാണ്. അപ്പോൾ അവരുടെ പാർട്ടി വെച്ചിട്ടാണ് നമ്മളെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും അവർ പിന്നെ പറയുന്നത് കൊച്ചിന് ഇവിടെ നിന്ന് മാറ്റണം. കുട്ടി ഇവരുടെയാണ് എന്നറിഞ്ഞപ്പം ആൾ പറയുന്നത് കുട്ടീനെ ഒന്നില്ലെങ്കിൽ എവിടേക്ക് ആർക്കെങ്കിലും ദത്ത് കൊടുക്കണം. ഞാൻ പ്രസവിച്ച് എൻ്റെ അടുത്താണ് അവരിത് പറയുന്നത്. എനിക്കിത് നമ്മളിപ്പോൾ പോലീസുകാർ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഞാൻ എവിടെ പോയിട്ടാണ് പരാതി പറയേണ്ടത്? എനിക്ക് നീതി തരേണ്ടതും എന്നെ സംരക്ഷിക്കേണ്ട പോലീസുകാരാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ പരാതി കൊടുക്കാത്തതിൽ എനിക്കൊരിക്കലും എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവരിനി എന്ത് ചെയ്താലും ഈ പോലീസ് സ്റ്റേഷനിൽ തന്നെയല്ലേ ഞാൻ പരാതി കൊടുക്കണേ? ഇവരിങ്ങനെ തന്നെയല്ലേ നിയമം കൊടുക്കണം? ഇൻഫോ പാർക്ക് പോലീസുകാർ തന്നെയാണ് നിയമം കൊടുക്കുന്നത്. എൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ പറയുന്നത് എൻ്റെ തെളിവുണ്ടല്ലോ, അവർക്ക് അത് അന്വേഷിക്കാം. ഞാൻ ഇപ്പോഴും പറയുന്നത്. എന്നിട്ട് ഇവരിപ്പോൾ പറയുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കേസ് ക്യാൻസലാക്കിയില്ല എങ്കിൽ, ഇതിന്ന് പിന്മാറിയില്ല എങ്കിൽ സമൂഹത്തിൽ എന്നെ മോശക്കാരിയാക്കും, എൻ്റെ അനിയനെയും വീണ്ടും പ്രശ്നങ്ങളാക്കും. ഈ കൊച്ചുങ്ങൾ, എൻ്റെ കൊച്ച് വീണ്ടും ഇപ്പോൾ എത്ര കാലം വെച്ചിട്ടാണ് എൻ്റെ കൊച്ചിനെ ഞാൻ ഈ റൂമിൽ അടച്ചിരുത്തുന്നത്? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പുറത്തേക്ക് ഞാൻ കൊണ്ടുപോകാൻ ഞാൻ ഇറങ്ങാറില്ല. ഞാനിപ്പോൾ പുറത്തിറങ്ങാറില്ല. ഞാൻ എന്തെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ യൂബറിലാണ്. പിന്നെ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ സ്വിഗ്ഗി ഓൺലൈൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് അങ്ങനെ ഓർഡർ ചെയ്തിട്ടാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിപ്പോൾ ഒരു പരാതി കൊടുത്തു. ഇപ്പോൾ ഒന്നും വേണ്ട, ഏറ്റവും വലിയ ഇൻസിഡൻറ്റ് എന്താ? ഞാൻ ഇത്രയും വലിയൊരു പരാതി കൊടുത്തിട്ടും, ഇൻഫോ പാർക്കിൽ പോയി പരാതി കൊടുത്തിട്ടും, ഇൻഫോ പാർക്ക് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടും അവർ നല്ല രീതിയിൽ ഇത് നോക്കി അവർക്ക് അവരുടേതായിട്ടുള്ള സത്യം എൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഡിസിഷൻ പോലീസുകാർ എടുത്തിരുന്നുവെങ്കിൽ എനിക്കൊരിക്കലും മട്ടാഞ്ചേരിയിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവില്ല. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ നെന്മാറയിൽ നടന്ന ഇൻസിഡൻറ്റും എനിക്കും നാളെ ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞിട്ട് പോലീസുകാർ പറയുവാണ്, ഞാൻ എല്ലാം അപ്പം ഇൻഫോം ഞാൻ കൊടുക്കാറുണ്ട്. എനിക്ക് അവിടെ 15-ാം തീയതി എന്നെ അവർ വണ്ടി കയറ്റി കൊല്ലാൻ വന്നപ്പം ഞാൻ മട്ടാഞ്ചേരിയിൽ പോലീസുകാർക്ക് അവിടെ പോയി കാര്യങ്ങൾ പറഞ്ഞു. അവരെല്ലാം തെളിവെടുത്തിട്ടുണ്ട്, അവർക്കെല്ലാം ഇതും കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയതിന് ശേഷം ഞാൻ ഇവിടെ 16-ാം തീയതി വന്ന് ഞാൻ SIൻ്റെ മുന്നിലിരുന്ന് ഞാൻ കാര്യങ്ങൾ കുറേ സംസാരിച്ചു. അപ്പോൾ SI പറഞ്ഞു, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവനെ ഏറ്റണം, അല്ലെങ്കിൽ ബെയിൽ കട്ട് ചെയ്യാം, നമുക്ക് ബെയിലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, അവരൊന്നും ചെയ്തിട്ടില്ല. ജാമ്യത്തിൽ 2 ലംഘനമുണ്ട്. എൻ്റെ പുറകെ വരാനോ എന്നെ ഭീഷണിപ്പെടുത്താനോ പാടില്ല. അതും ഭീഷണിയല്ല, എന്നെ കൊല ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ പരാതിയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്നെ വണ്ടി കയറ്റി എന്നെയും എൻ്റെ കൊച്ചിനെയും കൊല്ലുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിരന്തരമായിട്ട് പറയുന്നുണ്ട്. ഞാനത് എല്ലാ പരാതിയിലും പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അന്ന് പോയപ്പോൾ എൻ്റെ കുട്ടി ഉണ്ടായിരുന്നില്ല, എൻ്റെ കൊച്ചുണ്ടായിട്ട് എനിക്ക് എന്തെങ്കിലും ഇൻസിഡൻറ്റ് എന്തെങ്കിലും ഉണ്ടായി, വണ്ടി മുട്ടിയ കാര്യങ്ങളൊക്കെ ചെയ്തു, എന്ത് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ആ നെന്മാറയിലുള്ള ആ പെൺകുട്ടികളുടെ അതേ അവസ്ഥയാവില്ലായിരുന്നു എനിക്ക്, എൻ്റെ വീട്ടുകാർക്കാവില്ലായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ നല്ല പേടിയുണ്ട്. ഞാൻ തോന്നുന്നത് എനിക്കിനിപ്പോൾ എവിടെ പോയി പറഞ്ഞാലാണ് ഇതിന് നീതി കിട്ടുകയെന്ന് എനിക്കറിയില്ല. ഞാൻ പരാതി വീണ്ടും ഒരിക്കൽ പോയി പറഞ്ഞു, എനിക്ക് നീതിയില്ല, ഞാൻ ഇങ്ങോട്ട് പോന്നു. 2ാം പ്രാവശ്യം എനിക്ക് ഇൻസിഡൻറ്റ് ഉണ്ടായി. ഞാൻ അവിടെ പോയി CAൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അവരെനിക്ക് നീതി തന്നിട്ടില്ല. ഇത് വിളിച്ച് ചോദിക്കാനോ എന്താണ് സംഭവം ഉണ്ടായതൊന്നും അവരെന്നോട് ചോദിക്കുന്നില്ല. ആര് വിളിച്ച് ചോദിച്ചാലും എന്നെ മോശക്കാരി ആക്കാനല്ലാതെ അവർ നോക്കുന്നില്ല. ഞാനുള്ള സത്യങ്ങൾ തുറന്നു പറഞ്ഞത് കൊണ്ടാണോ ഞാൻ മോശക്കാരി ആവുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനും ഈ പറഞ്ഞ പ്രതിയും എല്ലാം ഒരേ സമൂഹത്തിൽ ഒരേ സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ തെറ്റ് ചെയ്താലും ആൾ തെറ്റ് ചെയ്താലും 2 പേരും ശിക്ഷിക്കണം എന്നാണ് ഞാൻ പറയണേ. ഞാൻ എല്ലാ സത്യങ്ങളും ഞാൻ തുറന്നു പറയുമ്പോൾ ഞാൻ മോശക്കാരിയാണ്. എൻ്റെ ജീവിതം കളഞ്ഞു. എൻ്റെ കൊച്ചിന്, ആളുടെ ചോരയിലുണ്ടായ കുട്ടിനെയാണ് അയാൾ കൊല്ലാൻ ശ്രമിച്ചത്. അത് കഴിഞ്ഞ് 2ാം പ്രാവശ്യം എന്നെയാണ്. കാരണം ഞാനാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. ഞാനില്ല എങ്കിൽ പിന്നെ ഈ കേസ് ആരും മുന്നോട്ട് കൊണ്ടുപോവില്ല. എന്നെ സഹായിക്കേണ്ട ആൾക്കാരൊക്കെ ഇപ്പോൾ അവരുടെ കൂടെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടും എനിക്ക് എവിടെയും നീതി കിട്ടുന്നില്ല, ഒന്നും എനിക്കിപ്പോൾ ചെയ്യുന്നില്ല. എനിക്കിതിലിപ്പോൾ നാളെ എനിക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ ആരെ പറയണ്ടേ? അവർ ശരിക്കും വധിക്കും, അല്ലെങ്കിൽ കൊന്നുകളയും, കൊച്ചിനടക്കം എന്നുള്ള പേടിയുണ്ട്. ഇത്രയും വലിയ പരാതി കൊടുത്തിട്ട് വീണ്ടും എൻ്റെ പുറകെ വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് പേടിയുണ്ടെങ്കിൽ വരൂ. അവർ ഈ പറയുന്ന പോലീസുകാരനെ പേടിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഭരണഘടന അവർക്കൊരു പേടിയുണ്ടെങ്കിൽ അവർ വീണ്ടും ഈ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഉണ്ടാവാനൊരു സാധ്യത ഉണ്ടാവുമോ? കാരണം അവർക്കറിയാം ഇത്രയും വലിയ പരാതി കൊടുത്തിട്ട്, കാരണം അവർക്ക് നല്ല രീതിയിൽ ഇവർ പോലീസുകാരെ അന്വേഷിച്ച് എൻ്റെ കൊച്ചിൻ്റെയും അല്ലെങ്കിൽ ഈ എനിക്ക് അബോർഷനായിട്ടുള്ള സംഭവങ്ങളും ഇതിൽ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നതിൽ ഒരിക്കലും അവർക്ക് ജാമ്യം കിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ജാമ്യം റദ്ദാക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലീസ് ചെയ്തിട്ടില്ല? ഇല്ല, ഞാൻ പോലീസുകാരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ പരാതി വീണ്ടും ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇന്ന പോലെ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് മട്ടാഞ്ചേരി പോലീസുകാരിൽ ഇങ്ങനെ FIR ഇട്ടിട്ടുണ്ടെന്നും ഇന്ന കാര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഞാൻ വ്യക്തമായിട്ട് ഞാൻ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. 16-ാം തീയതി ഞാൻ CAനെ പോയി കണ്ടിട്ടുമുണ്ട്. എന്നിട്ട് എനിക്ക് നീതി കിട്ടിയിട്ടില്ല.
ഇനി ഞാനിനി ആരെയാണ് വിശ്വസിക്കേണ്ടത്?